മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്യുന്ന ജയസൂര്യ പടമാണ് ആട് 3. ആടൊരു ഭീകരജീവിയാണ്. ആട് 2 ഇതായിപ്പോ ആട് 3 ആയി പാപ്പൻ മൂന്നാമത്തെ വരവിന് റെഡി ആയി കഴിഞ്ഞു. മലയാളത്തിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ആദ്യത്തെ റിലീസാണ് ആട് 3. വലിയ പടമാണ്. മാർച്ച് 19 പടം വേൾഡ് വൈഡായി റിലീസ് ആവാൻ പോകുന്നത്. ഇടയ്ക്കൊരു പ്രശ്നം വന്നിരുന്നു, ഇനി എങ്ങാണ് പടത്തിന്റെ റിലീസ് മാർച്ച് 19 നിന്ന് മാറ്റുമെന്ന്. കാരണം അറിയാലോ, യുദ്ധം. അതുകൊണ്ട് GCC റിലീസ് ഇല്ലെങ്കിൽ അത് റിലീസിന് പണിയാവും. പക്ഷെ ആട് 3 ഇനി റിലീസ് പേടി വേണ്ട. പടം പറഞ്ഞ ഡേറ്റിൽ തന്നെ റിലീസിന് എത്തുന്നതായിരിക്കും. ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്നലെ തന്നെ എത്തിയിരുന്നു. റിലീസിൽ ഒരു മാറ്റമില്ല. മാർച്ച് 19 തന്നെ പാപ്പം വരും. അടുത്ത അപ്ഡേറ്റ് ആട് 3യുടെ ബുക്കിങ്ങിന്റെ ഭാഗത്തു നിന്നാണ്. ആട് 3 സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് മാർച്ച് 16 തിങ്കളാഴ്ച ആരംഭിക്കും 10 മണിക്ക് രാവിലെയാണ്. പിന്നെ പടത്തിന്റെ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പടം ക്ലീൻ യൂസ് സർട്ടിഫൈഡ് ആണ്. 2 മണിക്കൂറും 47 മിനിറ്റുമാണ് പടത്തിന്റെ മുഴുവൻ ഡ്യൂറേഷൻ. അടുത്ത അപ്ഡേറ്റ് ആട് ഫസ്റ്റ് സിംഗിൾ, അതായത് ആട് 3 സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ മാർച്ച് 14, അതായത് നാളെ രാത്രി 8 മണിക്ക് പുറത്തുവിടും. ജയിലർ 2 നെൽസൺ ഡയറക്ട് ചെയ്യുന്ന തലൈവർ രജനീകാന്ത് സിനിമയാണ് ജയിലർ സിനിമയുടെ 2ാം ഭാഗമായിട്ടുള്ള ജയിലർ 2. 2026 ഇന്ത്യൻ സിനിമയിൽ ദുരന്തർ കഴിഞ്ഞാൽ വരാൻ പോകുന്നതിൽ ഏറ്റവും വലിയ പടമാണ് ജയിലർ 2. അതിന്റെ കാരണം രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജ് കുമാർ, വിജയ് സേതുപതി, പിന്നെ SRK. ജയിലർ 2 ഒരു ഇമ്പോർട്ടന്റ് ക്യാമിയോ റോളില് SRK വരുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസർ ആയാണ് SRK ജയിലർ 2 എത്തുന്നത്. അത് മാത്രമല്ല, ക്ലൈമാക്സ് കത്തിക്കാനായി ലാലേട്ടനെയും രജനീകാന്തിനെയും SRKയും കൂടെ ഒരുമിച്ച് ഇറക്കി വിടുന്നുണ്ട്. അപ്പോ അമ്മാതിരി പരിപാടി ഈ പടത്തിലുണ്ട്. ഈ മാർച്ചിൽ അവസാനത്തെ 8 ദിവസമാണ് ജയിലർ 2 SRKയുടെ പോർഷനും ഇവർ 3 പേരും ഒരുമിച്ചുള്ള ഭാഗങ്ങളും ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ ഇപ്പോഴത്തെ ഈ ലുക്കിലായിരിക്കും ജയിലർ 2 ഇനി വരുന്നത്. ജയിലർ 2 ലാലേട്ടന് കുറച്ച് സ്പെഷ്യൽ ആണ്. കാര്യം 2 ലുക്കിലാണ് ലാലേട്ടൻ ജയിലർ 2 വരുന്നത്. ഒന്ന് നല്ല താടിയൊക്കെ വെച്ച ലുക്ക്, അതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. ഇനിത്തെ ഈ മീശ പിരിച്ച ലുക്കും. പിന്നെ ഇതിന് 2 പുറമെ ലാലേട്ടന്റെ ഒരു DAGing പരിപാടി കൂടി ജയിലർ 2 ലാലേട്ടന് മാത്രമല്ല, രജനീകാന്തിന്റെയും ശിവരാജ് കുമാറിന്റെയും DAGing കാണും. ഈ ലുക്കൊക്കെ നെൽസൺ അതിന്റേതായ രീതിയിൽ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ L366 മുമ്പ് ഈ ലുക്ക് കയറി കത്തും. ബാച്ചിലർ പാർട്ടി 2 ഡ്യൂക്സ് അമൽ നീര ഡയറക്ട് ചെയ്യുന്ന പടമാണ് ബാച്ചിലർ പാർട്ടിയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് കണ്ടിന്യൂറ്റി ഒന്നുമല്ല, സ്പിരിച്വൽ സീക്വൽ ആണ്. ടൊവിനോ തോമസ്, നസ്ലിൻ, കുഞ്ചാക്കോബൻ, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അങ്ങനെ യൂത്തിന്റെ ഭൂരിഭാഗം ഈ പടത്തിലുണ്ട്. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ബാച്ചിലർ പാർട്ടി 2 2026 ഒക്ടോബറിൽ പൂജ റിലീസായി തിയേറ്ററുകളിൽ എത്തും. ദൃശ്യം 3 ദൃശ്യ സിനിമയുടെ 3ാം ഭാഗമായി ഏപ്രിൽ 2 വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് ദൃശ്യം 3. മലയാളത്തിൽ അടുത്തതായി ഏറ്റവും വലിയ റിലീസ് എത്താൻ പോകുന്ന പടം കൂടിയാണ് ദൃശ്യം. ദൃശ്യ സിനിമയുടെ റിലീസിനും ചെറിയ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ യുദ്ധമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട്. റിലീസ് ചിലപ്പോ മാറ്റിയേക്കാം. ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ബട്ട് ഇനി അങ്ങോട്ട് മേ ബി എന്ത് സംഭവിക്കാം പറയാൻ പറ്റത്തില്ല. യുദ്ധം കാരണം GCC റിലീസ് നടന്നില്ലെങ്കിൽ റിലീസ് മാറ്റാതെ വേറെ വഴിയില്ല. കാരണം മറ്റു പടങ്ങൾ പോലെയല്ല ദൃശ്യം. ഹെവി റൈറ്റ്സ് വിറ്റുപോയ ഒരു പടമാണ് ദൃശ്യം 3. അങ്ങനെയുള്ളപ്പോ യുദ്ധം ദൃശ്യത്തിനൊരു പ്രശ്നമാണ്. എന്തായാലും നോക്കാം. അടുത്ത അപ്ഡേറ്റ് ദൃശ്യം 3യുടെ ടീസറിന്റെ ഭാഗത്തു നിന്നാണ്. ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോ സെൻസർ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റും 44 സെക്കൻഡുമാണ് ഡ്യൂറേഷൻ. അപ്പോ ഉടനെ തന്നെ ടീസർ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. സൂര്യ 47 സൂര്യ നായകനാക്കി ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന ആക്ഷൻ കോമഡി ത്രില്ലർ പടമാണ് സൂര്യ 47. പടത്തിന്റെ ഷൂട്ട് ഇപ്പോ നടന്നു വരികയാണ്. ഇപ്പോ സൂര്യ 47 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ ടൈറ്റിലിന്റെ ഭാഗത്തു നിന്നാണ്. ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന ഈ സൂര്യ 47 സിനിമയുടെ ടൈറ്റിൽ ഗലാട്ട എന്നായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബട്ട് കൺഫേം അല്ല. ജനനായകൻ ദളപതി വിജയ് നായകനാക്കി H വിനോദ് ഡയറക്ട് ചെയ്ത സിനിമയാണ് ജനനായകൻ. പടത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് വെച്ചാണെങ്കിൽ അടുത്ത ധ്രുവ നക്ഷത്രം ആവാനുള്ള പരിപാടിയാണ്. നല്ല കിടിലം പണിയാണ് ഈ പടത്തിന്റെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടത്തിന്റെ റിലീസ് മുടങ്ങിയത് കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി ഒരുപാട് വട്ടം പറഞ്ഞു. ഇപ്പോ അതിനേക്കാളും വലിയൊരു പ്രശ്നം ഈ പടത്തിന് വന്ന് കയറി. ജനനായകൻ സിനിമ അടുത്ത 1.5 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ ഈ പടം വലിയ നഷ്ടത്തിൽ കുറെ നാള് പെട്ടിയിലിരിക്കും. ജനനായകൻ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചത് പ്രൈം വീഡിയോ ആയിരുന്നു. പടത്തിന്റെ റിലീസിന് കൃത്യം 1 മാസത്തിനുള്ളിലാണ് OTT റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ പടം റിലീസ് ആവാത്തത് കാരണം ഇപ്പോ വൻ പണി. അതുകൊണ്ട് ഇനിയുള്ള 1.5 മാസത്തിനുള്ളിൽ ജനനായകൻ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ ജനനായകൻ സിനിമയുമായുള്ള OTT കരാറിൽ നിന്ന് അവർ പിന്മാറും. അങ്ങനെ സംഭവിച്ചാൽ പടം കയ്യിൽ പോവും. പിന്നെ ഈ അടുത്തൊന്നും റിലീസ് നോക്കിയേ വേണ്ട. ഇത്രയും പ്രശ്നമുള്ള ഒരു സിനിമ ആയതുകൊണ്ടും ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ടും പുതിയൊരു ഡിജിറ്റൽ പാർട്ണറെ കിട്ടാൻ പാടാണ്. അഥവാ ഇനി കിട്ടിയാലും ആദ്യത്തെ പോലെ ഹെവി റൈറ്റ്സ് ഒക്കെ സംശയമാണ്.
പ്രൊഡ്യൂസറിന് ഓൾറെഡി സിനിമാരുടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഇപ്പോഴത്തെ ഈ ഡീലിൽ കൂടി പോയാൽ ഇതുപോലെ ഒന്നും ഇനി കിട്ടത്തില്ല. ആരും അത്ര ധൈര്യത്തോടെ ഇനി ഇപ്പോൾ എടുക്കത്തില്ല. ഇനി അണ്ണനെ തമ്പി വരാന്ന് വിചാരിച്ച നല്ല പറ്റിയ സമയം. അതുകൊണ്ട് ഇനി അടുത്ത 1.5 മാസത്തിനുള്ളിൽ ജനനായകൻ റിലീസ് ആയാലായതാണ്, അല്ലെങ്കിൽ പണിയാണ്. ഇനി അണ്ണന്റെ കാര്യം എടുത്താ 69 ഔട്ടാവുമെന്ന് വിചാരിച്ചതാ. അണ്ണന്റെ ഇപ്പോഴത്തെ ടൈം വെച്ച് നോട്ട് ഔട്ട് ആവാനാ സാധ്യത. കറങ്ങിത്തിരിഞ്ഞ് സിനിമയിൽ തന്നെ വരാനുള്ള എല്ലാ വകുപ്പും കാണുന്നുണ്ട്.